നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഒ.വി. നാരായണന് വിട. CPIM നേതൃത്വത്തിന് ഇത് തീരാനഷ്ടം. അനുശോചിച്ച് മുഖ്യമന്ത്രി അടക്കമുള്ള നേതാക്കൾ. നഷ്ടമായത് കർഷകരുടെ പ്രിയ നേതാവിനെ. കൊടുംചൂടിൽ വൈദ്യുതി ഉപയോഗം സർവകാല റെക്കോർഡിൽ. ലോഡ് ഷെഡിംഗ് ആലോചനയിലില്ലെന്ന് വൈദ്യുതി മന്ത്രി. ബദൽ മാർഗം തേടണമെന്ന് KSEBയോട് സർക്കാർ. ദേശാഭിമാനി സമഗ്ര സംഭാവന പുരസ്കാരം M. മുകുന്ദന്. പുരസ്കാരം മെയ് 7-ന് മുഖ്യമന്ത്രി സമർപ്പിക്കും. ഒപ്പം മുകുന്ദ ഉത്സവവുമെന്ന് MV ജയരാജൻ. വിശദമായ വാർത്തകളിലേക്ക്. മുതിർന്ന CPIM നേതാവും കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായിരുന്ന ഒ.വി. നാരായണൻ വിടവാങ്ങി. മസ്തിഷ്കാഘാതത്തെ തുടർന്ന് പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. ബുധനാഴ്ച രാത്രി 9 മണിയോടെയായിരുന്നു അന്ത്യം. CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം, മാടായി മണ്ഡലം സെക്രട്ടറി, അവിഭക്ത മാടായി ഏരിയ സെക്രട്ടറി, കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം, ജില്ലാ പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഒ.വി. നാരായണന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി അനുശോചനം രേഖപ്പെടുത്തി. വിനയാന്യുതനായ പെരുമാറ്റത്തിലൂടെ എല്ലാവരുടെയും സ്നേഹാദരം ഏറ്റുവാങ്ങിയ പൊതുപ്രവർത്തകനായിരുന്നു ഒ.വി. നാരായണൻ എന്ന് മുഖ്യമന്ത്രി അനുസ്മരിച്ചു. ഏഴോം ഓലക്കൽ തറവാട്ടിൽ 1939 ജൂൺ 5-ന് ജനനം. ഏഴോം ഹിന്ദു LP സ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസം. മാടായി ഹയർ എലിമെന്ററി സ്കൂളിൽ ESSLC പാസായി. ദാരിദ്ര്യം മൂലം തുടർ പഠനം നടന്നില്ല. 6 മാസത്തോളം ജോലി തേടി ഊട്ടിയിലേക്ക്. 6 മാസത്തോളം ചായക്കടയിൽ തൊഴിലാളി. നാട്ടിൽ മടങ്ങിയെത്തി കർഷക തൊഴിലാളി. 1959 വരെ ഈ തൊഴിലിലും വ്യാപൃതനായി. ഇതിനിടെ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ ആകൃഷ്ടനുമായി. അടിയന്തരാവസ്ഥയിലും ഉൾപാർട്ടി പ്രതിസന്ധികളിലും ജില്ലയിലെ പാർട്ടിയെ ഒരു പോറലുമേൽക്കാതെ സംരക്ഷിക്കുന്നതിൽ ഒ.വി. നാരായണൻ കാണിച്ച ധീരതയും സംഘടനാ വൈഭവവും ശ്രദ്ധേയമാണ്. ക്ലേ ആൻഡ് സെറാമിക് ചെയർമാൻ, കണ്ണൂർ സ്പിന്നിംഗ് മിൽ ചെയർമാൻ, കെൽട്രോൺ ഡയറക്ടർ, മലബാർ കൈപ്പാട് ഫാർമേഴ്സ് സൊസൈറ്റി പ്രസിഡന്റ് എന്നീ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. 2021 എരിപുരത്ത് നടന്ന CPIM ജില്ലാ സമ്മേളനത്തിൽ വെച്ച് ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഒഴിഞ്ഞു. നിലവിൽ CPM മാടായി ഏരിയ കമ്മിറ്റി അംഗവും കർഷക സംഘം ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവുമാണ്. മാടായി ബാങ്ക് ജീവനക്കാരനായിരുന്നു. ജില്ലയിൽ CPMനെ വളർത്തുന്നതിൽ പ്രധാന പങ്കുവഹിച്ച നേതാവാണ് ഒ.വി. നാരായണൻ. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കല്യാശ്ശേരി മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വവും നൽകി. ഏപ്രിൽ 28-ന് പുലർച്ചെ ശാരീരിക അസ്വസ്ഥതയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. സാധാരണ പാർട്ടി അംഗത്തിൽ നിന്നും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വരെയായി ഉയർന്നു. സംഘാടകൻ, സഹകാരി, ഭരണകർത്താവ് എന്നീ നിലകളിലെല്ലാം അടയാളപ്പെട്ടു. പാർട്ടി സിദ്ധാന്തവും പ്രയോഗവും കൂട്ടിയിണക്കുന്നതിൽ അസാമാന്യ പാടവമുള്ള നേതാവായിരുന്നു ഒ.വി. ശാന്തവും സൗമ്യവും പെരുമാറ്റത്തിലൂടെ എതിരാളികളിൽ പോലും മതിപ്പുളവാക്കി. പാർട്ടിയും പ്രവർത്തകരുടെയും ജനങ്ങളുടെയും മനസ്സിൽ ഒ.വി. എന്ന ചുരുക്കപ്പേരിൽ നിറഞ്ഞു നിന്നു. കാർഷിക ഗ്രാമമായ ഏഴോത്തെ കൃഷിക്കാരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് പ്രവർത്തിച്ച ഒ.വി. കർഷക സംഘത്തിന്റെ ജില്ലാ പ്രസിഡന്റായി 16 വർഷവും പ്രവർത്തിച്ചു. മലയോര കർഷകരുടെ പ്രശ്നങ്ങളിലടക്കം ഇടപെടാനും സമരങ്ങൾ നയിക്കാനും ഈ അനുഭവ പാഠം സഹായകരമായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി പ്രവർത്തിച്ച ഘട്ടത്തിൽ കാർഷിക മേഖലയിലടക്കം നടപ്പിലാക്കിയ പ്രവർത്തനങ്ങൾ ശ്രദ്ധ പിടിച്ചുപറ്റി. സഹകരണ മേഖലയുടെ ഭാവനാപൂർണമായ ഇടപെടലിലൂടെ മുന്നോട്ട് നയിച്ചു. കേരള സെറാമിക്സും സ്പിന്നിംഗ് മില്ലും ഉൽപാദനക്ഷമമാക്കുന്നതിൽ വിവിധ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി പ്രവർത്തിച്ച കാലയളവിൽ ജില്ലയിലെ വിദ്യാഭ്യാസ മികവിന് അടിത്തറയും പാകി. കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനത്തിന്റെ വളർച്ചയിൽ നിർണായക പങ്കുവഹിച്ച സഹനസമര ഭരിതമായൊരു ജീവിതത്തിന്റെ കൂടി വിടവാങ്ങലാണ് ഒ.വി. നാരായണന്റെ വിയോഗം. മാടായി ഏരിയ കമ്മിറ്റി അഗാധമായ ദുഃഖവും അനുശോചനവും പ്രകടിപ്പിച്ചു. സിറ്റി ന്യൂസ്, കണ്ണൂർ. വടക്കൻ കേരളം വരൾച്ചയിലേക്ക്. കണ്ണൂർ ഉൾപ്പെടെ 3 ജില്ലകളിൽ വേനൽ മഴയുടെ കുറവ് 90%-ലധികമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ റിപ്പോർട്ട്. കണ്ണൂരിൽ 62%-ലധികം മഴ പെയ്യേണ്ടിടത്താണ് ഭീമമായ ഒരു കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതോടെ വരും ദിവസങ്ങളിലെ കാര്യങ്ങളിൽ ജനങ്ങൾ ആശങ്കയിലാണ്. വേനൽമഴ മാറി നിൽക്കുന്നത് വടക്കൻ കേരളത്തിൽ വരൾച്ചാ ഭീഷണി ഉയർത്തുന്നുണ്ട്. മധ്യ തെക്കൻ കേരളത്തിൽ ഭേദപ്പെട്ട മഴ കിട്ടുമ്പോൾ കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ വേനൽ മഴയിൽ വലിയ കുറവാണ് ഉണ്ടായത്. മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ ശരാശരി പെയ്യേണ്ട മഴയേക്കാൾ 90%-ലധികം കുറവാണ് ഈ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് രേഖപ്പെടുത്തിയത്. 57.3 മില്ലിമീറ്റർ പെയ്യേണ്ട കാസർഗോഡ് 3.6 മില്ലിമീറ്റർ മാത്രമാണ് പെയ്തത്. 94% കുറവാണ് ഇവിടെ.
കണ്ണൂരിൽ 62.5 പെയ്യേണ്ടിടത്ത് 5.9 മില്ലിമീറ്ററാണ് പെയ്തിട്ടുള്ളത്. 91% കുറവാണ് ഇവിടെ രേഖപ്പെടുത്തിയത്. കോഴിക്കോട് 4.7 മില്ലിമീറ്ററാണ് ഇതുവരെ പെയ്ത മഴ. 97.3 മില്ലിമീറ്റർ പെയ്യേണ്ട സ്ഥാനത്താണ് ഇവിടെയും മഴ കുറവ് ലഭിച്ചത്. 95% കുറവാണ് രേഖപ്പെടുത്തിയത്. 136.3 മില്ലിമീറ്റർ പെയ്യേണ്ടിടത്ത് 51.8 മില്ലിമീറ്റർ മാത്രമാണ് കേരളത്തിൽ ഇതുവരെ പെയ്ത മഴയുടെ കണക്ക്. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. മാങ്ങാട്ടിടം കണ്ടംകുന്നിൽ കാറിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന മധ്യവയസ്കൻ മരിച്ചു. കോളയാട് കൊമ്മേരിയിലെ വാച്ചാലി ഹൗസിൽ ആലക്കണ്ടി ഫൽഗുണനാണ് മരിച്ചത്. ബുധനാഴ്ച രാത്രി മാങ്ങാട്ടിടം കണ്ടംകുന്നിൽ വെച്ച് റോഡ് മുറിച്ച് കടക്കവേ കാറിടിച്ച് പരിക്കേറ്റ് കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. പുലർച്ചെയാണ് മരണം സംഭവിച്ചത്. വീണ്ടും തീപിടുത്തം. ധർമ്മശാല ഇൻഡസ്ട്രിയൽ ഏരിയയിൽ ദൂരദർശന് സമീപമാണ് ഉച്ചയോടെ തീപിടുത്തമുണ്ടായത്. പ്ലാസ്റ്റിക് കമ്പനിയുടെ മാലിന്യ ഗോഡൌണിലാണ് തീപിടിച്ചത്. തളിപ്പറമ്പിൽ നിന്നുൾപ്പെടെ ഫയർഫോഴ്സ് എത്തി മണിക്കൂറുകൾ നീണ്ട ശ്രമത്തിനൊടുവിലാണ് തീയണച്ചത്. ഇനി വാർത്തയിൽ ഒരിടവേള. ഇടവേളക്ക് മുമ്പേ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. OV നാരായണന് വിട. CPIM നേതൃത്വത്തിന് ഇത് തീരാനഷ്ടം. അനുശോചിച്ച് മുഖ്യമന്ത്രി അടക്കമുള്ള നേതാക്കൾ. നഷ്ടമായത് കർഷകരുടെ പ്രിയ നേതാവിനെ. കൊടുംചൂടിൽ വൈദ്യുതി ഉപയോഗം സർവകാല റെക്കോർഡിൽ. ലോഡ് ഷെഡിംഗ് ആലോചനയിലില്ലെന്ന് വൈദ്യുതി മന്ത്രി. ബദൽ മാർഗം തേടണമെന്ന് KSEBയോട് സർക്കാർ. ദേശാഭിമാനി സമഗ്ര സംഭാവന പുരസ്കാരം M. മുകുന്ദന്. പുരസ്കാരം മെയ് 7 മുഖ്യമന്ത്രി സമർപ്പിക്കും. ഒപ്പം മുകുന്ദ ഉത്സവവുമെന്ന് MV ജയരാജൻ. കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിങ് ആൻഡ് കോസ്മെറ്റോളജി കോളേജ് GITDയിൽ SSLC+2 കഴിഞ്ഞവർക്ക് ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്. കോസ്മെറ്റോളജി രംഗത്ത് ഏറ്റവും മികവുറ്റ കോഴ്സുകളുമായി GITD 17ാം വർഷത്തിലേക്ക്. 100% പ്രാക്ടിക്കൽ ഓറിയന്റഡ് ട്രെയിനിങ്, ഏറ്റവും പുതിയ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള പഠനം, പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം, മിതമായ ഫീസ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്. എല്ലാ വർഷവും നടന്നുവരുന്ന ഡിസൈനർ ഷോ GITDയുടെ മാത്രം പ്രത്യേകതയാണ്. GITD വനിതകളുടെ വിജയത്തിന്റെ വഴികാട്ടി. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. റമദാൻ, വിഷു, ഈസ്റ്റർ ആഘോഷങ്ങളെ വരവേൽക്കാൻ ഇമ്മാനുവൽ സിൽക്സ് ഷോറൂമുകളിൽ അവതരിപ്പിക്കുന്നു ഹാർമണി ഫിയസ്റ്റ ബിഗ് സെയിൽ. എല്ലാ പർച്ചേസിനും സമ്മാന കൂപ്പൺ. ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ നേടാം TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, മിക്സി, മൈക്രോവേവ് ഓവൻ തുടങ്ങി ഗൃഹോപകരണങ്ങൾ സൗജന്യമായി. ഒപ്പം ഗിഫ്റ്റ് വൗച്ചറുകളും സ്വർണ്ണ നാണയങ്ങളും. വർണ്ണവിസ്മയങ്ങളുമായി ഇമ്മാനുവൽ ഒരുക്കുന്നു സവിശേഷമായ റംസാൻ കളക്ഷൻസ്. പുത്തൻ വസ്ത്രങ്ങൾ അണിഞ്ഞ് ഈസ്റ്ററിനും വിഷുവിനും ഒരുങ്ങാം കുടുംബസമേതം. കിഡ്സ് കളക്ഷനിലെ ന്യൂ ട്രെൻഡുകളുമായി കിഡ്സ് വെയർ സെക്ഷൻ.
വിവാഹ വസ്ത്രങ്ങളുടെ ഏറ്റവും പുതിയ വൈവിധ്യങ്ങൾ. വരൂ, നേടൂ വൻ വിലക്കുറവിനൊപ്പം കൈ നിറയെ സമ്മാനങ്ങളും. ഇമ്മാനുവൽ സിൽക്സ്, ന്യൂ ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. മെഗാ മാൾ, കാഞ്ഞങ്ങാട്. റിയാദ് മാൾ, പയ്യന്നൂർ. മെയിൻ റോഡ്, ഇരട്ടി. എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ, മേലെ പട്ടാമ്പി. വാർത്തയിലേക്ക്. കൊടും ചൂടിൽ വൈദ്യുതി ഉപഭോഗം കൂടിയെങ്കിലും സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് ഇല്ല. വൈദ്യുതി നിയന്ത്രണം കൂടിയേ തീരുവെന്ന് KSEB ആവശ്യപ്പെട്ടെങ്കിലും തൽക്കാലം ലോഡ് ഷെഡിംഗ് വേണ്ടെന്ന് സർക്കാർ തീരുമാനിച്ചു. മറ്റു വഴികൾ നിർദ്ദേശിക്കാൻ KSEBയോട് സർക്കാർ ആവശ്യപ്പെട്ടു. ലോഡ് ഷെഡിംഗ് വേണമെന്ന KSEBയുടെ ആവശ്യം ചർച്ച ചെയ്യാൻ വിളിച്ച ഉന്നതതല യോഗത്തിലാണ് വൈദ്യുതി മന്ത്രി കൃഷ്ണൻകുട്ടി സർക്കാർ നിലപാട് അറിയിച്ചത്. ഇന്ന് ചേർന്ന KSEB ഉന്നതതല യോഗത്തിലെ തീരുമാനങ്ങളും നിർദ്ദേശങ്ങളും വൈദ്യുതി മന്ത്രി മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് അറിയിക്കും. കടുത്ത ചൂടിൽ റെക്കോർഡ് വൈദ്യുതി ഉപയോഗമാണ് സംസ്ഥാനത്തുണ്ടാകുന്നത്. അതിനാൽ വൈദ്യുതി നിയന്ത്രണം കൂടിയേ തീരുവെന്ന നിലപാടിലാണ് ബോർഡ്. കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുമ്പോൾ പലയിടങ്ങളിലും ട്രാൻസ്ഫോമർ കേടുവരുന്നതും വൈദ്യുതി വിതരണം നിലയ്ക്കുന്നതും വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. വേനൽ കടുത്തതോടെ ഓരോ ദിവസവും പീക്ക് ടൈമിൽ 5000-ലേറെ മെഗാവാട്ട് കറണ്ടാണ് സംസ്ഥാനത്ത് വേണ്ടിവരുന്നത്. നേരത്തെ 11 മണിവരെ എന്ന് കണക്കാക്കിയിരുന്ന പീക്ക് ടൈം ഇപ്പോൾ പുലർച്ചെ 2-2:30 വരെയായി. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. മട്ടന്നൂർ രാജ്യാന്തര വിമാനത്താവള പരിസരത്ത് വന്യജീവിയുടെ സാന്നിധ്യം. BSF സംഘമാണ് വന്യജീവിയെ കണ്ടത്. കാൽപ്പാടുകളും പാതി തിന്ന നിലയിൽ നായയുടെ ജഡവും കണ്ടെത്തിയിട്ടുണ്ട്. വിമാനത്താവളത്തിന്റെ 3ാം ഗേറ്റിനടുത്ത് വെച്ച് BSF സംഘമാണ് വന്യജീവിയെ കണ്ടത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. പുലിയുടേതെന്ന് സംശയിക്കുന്ന കാൽപ്പാടുകളും പാതി തിന്ന നിലയിൽ നായയുടെ ജഡവും കണ്ടെത്തി. പ്രദേശത്ത് ക്യാമറ സ്ഥാപിക്കാൻ വനംവകുപ്പ് നടപടികൾ തുടങ്ങി. റൺവേയിൽ നിന്നും 300 മീറ്റർ മാറി കാടുമൂടിയ പ്രദേശത്താണ് വന്യജീവി സാന്നിധ്യം കണ്ടെത്തിയത്. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. പുതിയ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിൽ സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് തടസ്സപ്പെട്ടു. ഡ്രൈവിംഗ് സ്കൂളുകൾ ടെസ്റ്റ് ബഹിഷ്കരിച്ചതോടെയാണ് തടസ്സപ്പെട്ടത്. സൗകര്യങ്ങൾ ഒരുക്കാതെയുള്ള പരിഷ്കരണം അപ്രായോഗികമെന്ന് ഡ്രൈവിംഗ് സ്കൂൾ അധികൃതർ വ്യക്തമാക്കി. പരിഷ്കരണത്തിനായി ഇറക്കിയ സർക്കുലർ തന്നെ റദ്ദാക്കണമെന്നും വിവിധ സംഘടനകളും ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രതിഷേധങ്ങൾക്കിടയിലും ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണവുമായി ഗതാഗത വകുപ്പ് മുന്നോട്ട്. അടിമുടി മാറ്റം വരുത്തിയുള്ള പരിഷ്കാരങ്ങൾ ഇന്നു മുതലാണ് പ്രാബല്യത്തിൽ വന്നത്. ടെസ്റ്റിനായി പുതിയ ട്രാക്കുകൾ സജ്ജമായില്ലെങ്കിലും മാറ്റങ്ങളോടെയാകും ടെസ്റ്റ് നടത്തുക. വിഷയത്തിൽ പ്രതിഷേധിച്ച് വിവിധ സംഘടനകൾ പ്രഖ്യാപിച്ച അനിശ്ചിതകാല സമരം ആരംഭിച്ചു. ഇളവുകൾ വരുത്തി ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണവുമായി മുന്നോട്ട് പോകാനാണ് മന്ത്രി ഇന്നലെ നിർദ്ദേശിച്ചത്. പ്രതിദിന ടെസ്റ്റ് 60 എന്ന് അറിയിച്ചിരുന്നെങ്കിലും 30 നിജപ്പെടുത്തി. കൂടാതെ പുതിയ ട്രാക്ക് ഒരുക്കുന്നതുവരെ H ടെസ്റ്റ് തുടരും. H ടെസ്റ്റിന് മുമ്പ് റോഡ് ടെസ്റ്റ് നടത്തണം. എന്നാൽ പരിഷ്കരണത്തിനായി ഇറക്കിയ സർക്കുലർ തന്നെ റദ്ദാക്കണമെന്നാണ് വിവിധ സംഘടനകളുടെ ആവശ്യം. ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ എണ്ണം പഴയപടി ആക്കണം എന്നത് ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംഘടനകൾ സംയുക്ത സമരം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരിച്ചുകൊണ്ട് ടെസ്റ്റ് ഗ്രൗണ്ട് നിശ്ചലമാക്കിയാണ് സമരം. ഡ്രൈവിംഗ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ ഏകപക്ഷീയമായി ഇറക്കുന്ന സർക്കുലർ പിൻവലിക്കുന്നതുവരെ സമരം ചെയ്യുമെന്ന് തൊഴിലാളി യൂണിയൻ നേതാക്കൾ വ്യക്തമാക്കി. സംസ്ഥാന വ്യാപകമായി ഇന്ന് കരിദിനമായി ഓൾ കേരള മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടേഴ്സ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷനും പ്രഖ്യാപിച്ചിരുന്നു. വലിയ പ്രതിഷേധത്തിനിടെയാണ് പുതിയ പരിഷ്കരണം നടപ്പാക്കുന്നത്. പ്രതിദിനം 30 ലൈസൻസ് പരീക്ഷകൾ, H പരീക്ഷയ്ക്ക് പകരം പുതിയ ട്രാക്കുണ്ടാക്കി പുതിയ ടെസ്റ്റ്, 15 വർഷം കഴിഞ്ഞ വാഹനങ്ങൾ ടെസ്റ്റിന് ഉപയോഗിക്കാൻ പാടില്ല എന്നിങ്ങനെ വലിയ പരിഷ്കാരത്തിനായിരുന്നു ഗതാഗത മന്ത്രിയുടെ നിർദ്ദേശം. പുതിയ ട്രാക്ക് ഒരുക്കാൻ ഗതാഗത കമ്മീഷണർ സർക്കുലർ ഇറക്കിയെങ്കിലും ഇതുവരെ സജ്ജമാക്കിയിട്ടില്ല. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. ദേശാഭിമാനി സമഗ്ര സംഭാവന പുരസ്കാര സമർപ്പണവും അക്ഷരമുറ്റം ടാലന്റ് ഫെസ്റ്റ് വിജയികൾക്കുള്ള സമ്മാനദാനവും കണ്ണൂരിൽ നടക്കുമെന്ന് സംഘാടക സമിതി ചെയർമാൻ MV ജയരാജൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. M മുകുന്ദനാണ് ഇത്തവണത്തെ ദേശാഭിമാനി സമഗ്ര സംഭാവന പുരസ്കാരം. മെയ് 7 വൈകിട്ട് 5 കണ്ണൂർ ടൗൺ സ്ക്വയറിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പുരസ്കാരം സമർപ്പിക്കും. ദേശാഭിമാനി സമഗ്ര സംഭാവന പുരസ്കാരം M മുകുന്ദന് മെയ് 7 കണ്ണൂരിൽ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ സമർപ്പിക്കും. പുരസ്കാര സമർപ്പണത്തിൻ്റെ ഭാഗമായി M മുകുന്ദൻ്റെ സാഹിത്യ ലോകത്തെ മുൻനിർത്തി വിപുലമായ സർഗസംവാദങ്ങളും സാംസ്കാരികോത്സവവും സംഘടിപ്പിക്കും. അത് മെയ് 4, 5, 6 തീയതികളിൽ കണ്ണൂരിലെ പള്ളിക്കുന്ന്
കൃഷ്ണമേനോൻ സ്മാരക ഗവൺമെൻറ് വനിതാ കോളേജിൽ വെച്ചാണ്. അതോടൊപ്പം ദേശാഭിമാനി 40 ലക്ഷത്തോളം വിദ്യാർത്ഥി പ്രതിഭകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്ന ലോകപ്രസിദ്ധമായ അക്ഷരമുറ്റം ടാലൻറ്റ് ഫെസ്റ്റ്, അതിൽ സമ്മാനാർഹരായ വിദ്യാർത്ഥികൾക്കുള്ള സമ്മാന സമർപ്പണം ശ്രീ മോഹൻലാൽ നിർവഹിക്കും. ഈ പരിപാടികളിൽ MV ഗോവിന്ദൻ മാസ്റ്റർ, എഴുത്തുകാരായ CV ബാലകൃഷ്ണൻ, ഷീല ടോമി എന്നിവരൊക്കെ മുഖ്യ പ്രഭാഷകന്മാരായി പങ്കെടുക്കുന്നുണ്ട്. പുരസ്കാര സമർപ്പണത്തിന്റെ ഭാഗമായി മുകുന്ദ ഉത്സവവും സംഘടിപ്പിക്കും. മെയ് 4, 5, 6 തീയതികളിൽ കണ്ണൂർ കൃഷ്ണമേനോൻ സ്മാരക ഗവൺമെന്റ് വനിതാ കോളേജിലാണ് സാഹിത്യോത്സവം നടക്കുന്നത്. 4 രാവിലെ 9:30 വിഖ്യാത ചലച്ചിത്രകാരൻ അടൂർ ഗോപാലകൃഷ്ണൻ സാഹിത്യോത്സവം ഉദ്ഘാടനം ചെയ്യും. കഥാകൃത്ത് T. പത്മനാഭൻ മുഖ്യാതിഥിയാവും. എഴുത്തുകാരനായ CV ബാലകൃഷ്ണൻ, ഷീല ടോമി എന്നിവർ പ്രഭാഷണം നടത്തും. സെമിനാറുകൾ, പ്രഭാഷണങ്ങൾ, സൗഹൃദ സംഗമങ്ങൾ, പുസ്തകോത്സവം, M. മുകുന്ദന് ലഭിച്ച JCB പുരസ്കാരം ഉൾപ്പെടെയുള്ള അപൂർവ ശേഖരങ്ങളുടെയും ഫോട്ടോകളുടെയും പ്രദർശനം തുടങ്ങി വൈവിധ്യമാർന്ന പരിപാടികളും ഉണ്ടാകും. മെയ് 4 മുതൽ 6 വരെ 19 സെഷനുകളിലായി 100ഓളം എഴുത്തുകാർ M. മുകുന്ദന്റെ എഴുത്തു ജീവിതത്തെയും വ്യക്തിജീവിതത്തെയും അടിസ്ഥാനമാക്കി സംസാരിക്കും. കേരള ലളിതകലാ അക്കാദമിയുടെ സഹകരണത്തോടെ മെയ് 5 ചിത്രകാര സംഗമവും ചിത്രപ്രദർശനവും നടക്കും. 6 വൈകിട്ട് 7 കണ്ണൂർ ടൗൺ സ്ക്വയറിൽ മുകുന്ദന്റെ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ നോവലിന്റെ നാടകാവിഷ്കാരവും ഉണ്ടാകും. 7 വൈകിട്ട് 5 കണ്ണൂർ കലക്ട്രേറ്റ് മൈതാനിയിൽ ദേശാഭിമാനി പുരസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ M. മുകുന്ദന് സമർപ്പിക്കും. ദേശാഭിമാനി അക്ഷരമുറ്റം ടാലന്റ് ഫെസ്റ്റ് സംസ്ഥാന വിജയികൾക്കുള്ള സമ്മാനം അക്ഷരമുറ്റം ബ്രാൻഡ് അംബാസിഡർ കൂടിയായ ചലച്ചിത്ര താരം മോഹൻലാൽ സമ്മാനിക്കും. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ MLA, M. മുകുന്ദൻ എന്നിവർ സംസാരിക്കും. മന്ത്രിമാരും ജനപ്രതിനിധികളും സംബന്ധിക്കും. ഗായിക ഗൗരി ലക്ഷ്മി നയിക്കുന്ന മ്യൂസിക്കൽ മെഗാ ഷോയും ഉണ്ടാകും. സാംസ്കാരികോത്സവത്തിന്റെ പ്രചരണാർത്ഥം മെയ് 3 വൈകിട്ട് 5 കണ്ണൂരിൽ വിളംബര ഘോഷയാത്രയും നടത്തും. പത്രസമ്മേളനത്തിൽ ദേശാഭിമാനി റെസിഡന്റ് എഡിറ്റർ സജീവ് കൃഷ്ണൻ, KT ശശി, OP സുരേഷ് എന്നിവരും പങ്കെടുത്തു. നാഷണൽ NGO കോൺഫെഡറേഷൻ ദേശീയ ചെയർമാൻ K. ആനന്ദകുമാർ നയിക്കുന്ന നദിയാത്ര ഓഗസ്റ്റ് മാസത്തിൽ നടക്കും. കേരളത്തിലെ 44 നദികളിൽ 1700ഓളം കിലോമീറ്റർ യാത്ര 21 ദിവസം കൊണ്ട് പൂർത്തിയാക്കും. നെയ്യാറിൽ നിന്ന് ആരംഭിക്കുന്ന യാത്ര കർണാടക അതിർത്തിയായ മഞ്ചേശ്വരത്താണ് സമാപിക്കുക. നദിയാത്രയുടെ വിളംബര ജാഥ കണ്ണൂർ പയ്യാമ്പലം കടൽ തീരത്ത് വെച്ച് കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. കക്കാട് പുഴയോരത്താണ് വിളംബര ജാഥ സമാപിച്ചത്. കാര്യമായി കാണാതെ പ്ലാസ്റ്റിക്കുകളും മറ്റും കൊണ്ടുതള്ളി അവിടെ നമ്മുടെ ആവാസ വ്യവസ്ഥ, അതിൽ നദികൾ പുഴകൾ അവിടെ ജീവിക്കുന്ന മത്സ്യങ്ങൾ, അതിൻ്റെയൊക്കെ നിലനിൽപ്പ് തന്നെ ഇല്ലാതായി പോകുന്ന ഒരു സംവിധാനത്തിലേക്കാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായും ഇത്തരൊരു സംവിധാനം നമുക്ക് കൃത്യമായ ആളുകളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ നദികളും അതുപോലെ പുഴകളും ഒക്കെ തണ്ണീർത്തടങ്ങളും ഒക്കെ നിലനിന്ന് കിട്ടേണ്ടത് ഇവിടെ ജീവന്റെ നിലനിൽപ്പിന് വരുന്ന തലമുറക്ക് നമുക്ക് നമ്മൾ ഏതാണ്ട് ഇവിടെ നിൽക്കുന്ന ആളുകളൊക്കെ ഏതാണ്ട് ഒരു 40 കഴിഞ്ഞ ആളുകളായിരിക്കാം. നമ്മളൊരു ഒരുപാട് തലമുറക്ക് കൂടെ ജീവിക്കാനുണ്ട്. അവർക്ക് കൂടി അവകാശപ്പെട്ടതാണ് ഈ ഭൂമി. മനുഷ്യർക്ക് മാത്രമല്ല, ഇവിടെ മൃഗങ്ങളുണ്ട്, പക്ഷികളുണ്ട്, അവർക്കൊക്കെ. തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ MG ബസാറിൽ പ്രവർത്തിക്കുന്ന അക്ഷയ അസോസിയേറ്റിൽ തീപിടുത്തം. പുലർച്ചെയോടെയാണ് തീപിടുത്തമുണ്ടായത്. തലശ്ശേരിയിൽ നിന്നും എത്തിയ 2 യൂണിറ്റ് ഫയർ സർവീസ് മണിക്കൂറുകൾ നീണ്ട ശ്രമത്തിനൊടുവിലാണ് തീ അണക്കാനായത്. ഏകദേശം 40 ലക്ഷത്തോളം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡിന് സമീപത്ത് MG ബസാറിൽ പ്രവർത്തിക്കുന്ന അക്ഷയ അസോസിയേറ്റ്സിൽ വ്യാഴാഴ്ച പുലർച്ചെയാണ് തീപിടുത്തമുണ്ടായത്. റോഡിന് സമീപത്ത് ചായ കുടിക്കുന്നവർ പുക ഉയരുന്നത് കണ്ട് ശ്രദ്ധയിൽപ്പെട്ട ഉടൻ ഫയർഫോഴ്സിൽ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് തലശ്ശേരിയിൽ നിന്നും 2 യൂണിറ്റ് എത്തി മണിക്കൂറുകൾ നീണ്ട ശ്രമത്തിനൊടുവിൽ തീയണയ്ക്കാനാവുകയായിരുന്നു. 3 മുറികളിലായി സൂക്ഷിച്ച ലാബ് ഉപകരണങ്ങൾ, കെമിക്കൽസ്, ഓഫീസിലെ കമ്പ്യൂട്ടർ ഫയലുകൾ എന്നിവ കത്തിനശിച്ചു. ഏകദേശം 40 ലക്ഷത്തോളം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നതായി ഉടമ കതിരൂർ 3-ാം മൈൽ സ്വദേശി PK രാജീവൻ പറഞ്ഞു. സമീപത്ത് നിരവധി സ്ഥാപനങ്ങളും സ്ഥിതി ചെയ്യുന്നുണ്ട്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ കാര്യക്ഷമമായ ഇടപെടലിലൂടെ വലിയ ദുരന്തമാണ് ഒഴിവായതെന്ന് കൗൺസിലർ COT ഷബീർ പറഞ്ഞു. ഇനി സ്വർണ്ണ വെള്ളി നിരക്കുകൾ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. OV നാരായണന് വിട. CPIM നേതൃത്വത്തിന് ഇത് തീരാനഷ്ടം. അനുശോചിച്ച് മുഖ്യമന്ത്രി അടക്കമുള്ള നേതാക്കൾ. നഷ്ടമായത് കർഷകരുടെ പ്രിയ നേതാവിനെ.
കൊടുംചൂടിൽ വൈദ്യുതി ഉപയോഗം സർവകാല റെക്കോർഡിൽ. ലോഡ് ഷെഡിംഗ് ആലോചനയിലില്ലെന്ന് വൈദ്യുതി മന്ത്രി. ബദൽ മാർഗം തേടണമെന്ന് KSEBയോട് സർക്കാർ. ദേശാഭിമാനി സമഗ്ര സംഭാവന പുരസ്കാരം M. മുകുന്ദന്. പുരസ്കാരം മെയ് 7-ന് മുഖ്യമന്ത്രി സമർപ്പിക്കും. ഒപ്പം മുകുന്ദ ഉത്സവവുമെന്ന് MV ജയരാജൻ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.